എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു നിമിഷം ശ്വാസമടക്കി പിടിച്ചാണ് ലോകം ഇന്ത്യ പാക് ഏഷ്യ കപ്പ് ഫൈനൽ കണ്ടത്. ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യ നേടിയ ആ ചരിത്ര നിമിഷം ശേഷം പാകിസ്ഥാനെതിരായ ഈ മഹത്തായ വിജയത്തിനു ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വികാരങ്ങളെ അടക്കി നിർത്താൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞ കാഴ്ചയാണ് നമ്മൾ ഏവരും കണ്ടത്. വിജയത്തിനു ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഈ കിരീടം വെറുമൊരു കായിക വിജയമല്ലെന്നും ഇത് ഇന്ത്യൻ സൈന്യത്തിനും പഹൽഗാമിലെ ആക്രമണത്തിന് ഇരയായവർക്കും സമർപ്പിക്കുന്നുവെന്നും പറഞ്ഞ് അദ്ദേഹം കിരീടം അവരുടെ കാൽക്കൽ വെച്ചപ്പോൾ ഗാലറി നിശബ്ദമായി. സൂര്യകുമാർ യാദവിന്റെ ആ ഞെട്ടിക്കുന്ന പ്രസ്താവനയിലേക്ക് കടക്കുന്നതിനു മുൻപ് ഈ ഏഷ്യ കപ്പ് ഫൈനലിലെ ഇന്ത്യയുടെ വിജയത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഏഷ്യ കപ്പ് 2025 ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ ഈ സീസണിൽ പാകിസ്ഥാനെ ഇവിടെ വെച്ചു തന്നെ നമ്മൾ 2 തവണ മുട്ടുകുത്തിച്ചിരുന്നു. ഫൈനൽ മത്സരം ആരംഭിച്ചപ്പോൾ കാര്യങ്ങൾ കൈവിടുമോ എന്ന് ഒരു വേള തോന്നി. ടോസ് നേടിയ ഇന്ത്യ ആദ്യം ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യൻ ബൌളിംഗിന്റെ തുടക്കം വളരെ മന്ദഗതിയിലായിരുന്നു. ഒരു വിക്കറ്റ് പോലും നേടാതെയാണ് ഇന്ത്യ പവർ പ്ലേ പൂർത്തിയാക്കിയത്. എങ്കിലും പിന്നീട് ബൌളർമാർ ശക്തമായി തിരിച്ചു വന്നപ്പോൾ പാകിസ്ഥാനെ 146 റൺസിന് ഓൾ ഔട്ടാക്കി നിർത്താൻ ഇന്ത്യക്കായി. 147 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ തുടക്കം പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. സാധാരണ കൊടുങ്കാറ്റുപോലെ ബാറ്റ് വീശാറുള്ള അഭിഷേക് ശർമ്മ 5 റൺസ് എടുത്ത് പുറത്തായി. തുടർന്ന് ശുഭ്മാൻ ഗിൽ, സൂര്യകുമാർ യാദവ് എന്നിവരും പെട്ടെന്ന് പുറത്തായതോടെ ഇന്ത്യ 20 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റുകൾ നഷ്ടമായി. ഈ ഘട്ടത്തിൽ ഒരു വിക്കറ്റ് കൂടി പോയാൽ കളി കൈവിടുമെന്ന അവസ്ഥ. അവിടെ നിന്നാണ് തിലക് വർമ്മയും സഞ്ജുവും ഇന്ത്യൻ ടീമിന്റെ നങ്കൂരമായത്. ബാറ്റിംഗിൽ ചുമതലയേറ്റ അദ്ദേഹം ഒടുക്കം വരെ ടീമിനായി പൊരുതി. സഞ്ജു സാംസൺ അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ ശ്രമിച്ചെങ്കിലും പുറത്തായി. അവസാനം ക്രീസിലെത്തിയത് തിലക് വർമ്മയും ശിവം ദുബെയുമായിരുന്നു. ദുബെ ബൗണ്ടറികൾ കണ്ടെത്തിയപ്പോൾ മറുവശത്ത് തിലക് വർമ്മ ഉറച്ചുനിന്നു. ഒടുവിൽ അവസാന ഓവറിൽ വിജയം ഇന്ത്യക്ക് സ്വന്തമാക്കി. പാകിസ്ഥാന്റെ മുഖത്ത് കരിവാരി കേച്ചു. ഈ വിജയം പൂർണ്ണമായും തിലക് വർമ്മയുടെ പോരാട്ട വീര്യത്തിന്റെ ഫലമായിരുന്നു. വിജയത്തിനു ശേഷം സന്തോഷത്തിൽ മതിമറന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കിരീടം ഏറ്റുവാങ്ങിയ ശേഷം നടത്തിയ ആ പ്രസ്താവന വികാരനിർഭരമായിരുന്നു. ഈ വിജയം വെറുമൊരു വിജയമല്ല, അത് ആ ശത്രു രാജ്യത്തിന് നേരെയുള്ള ഒരു അടിയാണ്. അയൽക്കാരാണെന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യത്ത് നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്ന പാകിസ്ഥാൻ ടീം നമ്മോടൊപ്പം കളിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ സീസണിലുടനീളം അവരുടെ മുഖത്തേക്ക് നോക്കാനോ അവരുമായി കൈ കൊടുക്കാനോ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ഈ രാജ്യദ്രോഹികൾ നമ്മുടെ രാജ്യത്തോട് കാണിക്കുന്ന സമീപനം അതാണ്. അതിലുപരിയായി അവർ നമ്മുടെ സൈന്യത്തെ പരിഹസിക്കുകയും പഹൽഗാമിലെ ഇരകളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. ഇന്ന് ഈ വിജയത്തിലൂടെ ഒരു ചെറിയ ആശ്വാസമെങ്കിലും നൽകാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. കളി കൊണ്ട് നമുക്ക് അവരുടെ മുറിവുകൾ ഉണക്കാനാവില്ല എന്നറിയാം. എങ്കിലും ഈ വിജയം ഞാൻ പഹൽഗാമിൽ പ്രിയപ്പെട്ടവർക്ക് സമർപ്പിക്കുന്നു. കായികപരമായ രീതിയിലാണെങ്കിലും പാകിസ്ഥാന് ഒരു തിരിച്ചടി നൽകാൻ നമുക്കായി. ഈ ദുഃഖത്തിനു മുന്നിൽ ഈ വിജയം ഒന്നുമല്ല. എങ്കിലും ഈ ഏഷ്യ കപ്പ് ട്രോഫി പഹൽഗാമിലെ ഇരകളുടെ കാൽക്കൽ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സൂര്യകുമാർ യാദവ് തുടർന്നു. അതോടൊപ്പം ഈ വിജയം നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിനും സമർപ്പിക്കുന്നു. പാകിസ്ഥാൻ അന്ന് മറുപടി നൽകിയവരും ഇന്നും രാപകൽ പാകിസ്ഥാനോട് പോരാടുന്നവരുമായ നമ്മുടെ സൈനികർക്ക്. നമ്മൾ ഈ ടൂർണമെന്റിൽ ഒരു തോൽവി പോലും അറിയാതെയാണ് കിരീടം നേടിയത്. പാകിസ്ഥാനെ 3 തവണ തോൽപ്പിച്ചു. പാകിസ്ഥാന്റെ നിലവാരം കാണിച്ചതിൽ എനിക്ക് സന്തോഷമില്ല. അവർക്കത് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഞങ്ങളുടെ രാജ്യത്തെ മുഴുവൻ കളിയാക്കിയ അവരുടെ കളിക്കാർക്ക് തിരിച്ചടി നൽകാൻ കൂടിയാണ് ഞങ്ങൾ ഈ വിജയം നേടിയത്. ഇന്ന് കണ്ണാടിയിൽ നോക്കി കരയുന്ന മുഖം അവർക്ക് കാണാം. അവരുമായി കൈ കൊടുക്കുന്നതിലോ അവർക്ക് മുന്നിൽ ട്രോഫി ഉയർത്തുന്നതിലോ ഞങ്ങൾക്ക് സന്തോഷമില്ല. വിജയിച്ചതിൽ നേരിയ ആശ്വാസമുണ്ട്, അത്രമാത്രം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിനെ വിജയത്തിലേക്ക് നയിച്ച കുൽദീപ് യാദവ്, തിലക് വർമ്മ, ശിവം ദുബെ എന്നിവർക്ക് ക്യാപ്റ്റൻ നന്ദി പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വൈകാരികവും അഭിമാനകരമായ വിജയങ്ങളിലൊന്നാണ് നമ്മൾ കണ്ടത്. സൂര്യകുമാർ യാദവിന്റെ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ദേശസ്നേഹം ഉണർത്തുന്നതായിരുന്നു. ഈ വിജയം വെറുമൊരു കിരീട നേട്ടമല്ല, തിലക് വർമ്മയുടെ പോരാട്ട വീര്യത്തിന്റെയും ഇന്ത്യൻ സൈന്യത്തോടുള്ള ആദരവിന്റെയും പ്രതീകമായി അത് നിലനിൽക്കും. ഈ താരങ്ങളുടെ മനോബലമാണ് ഇന്ത്യയെ ഇവിടെ എത്തിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഈ ഐതിഹാസിക പ്രകടനത്തിന് നമ്മൾ കൈയടിക്കാതെ വയ്യ. സൂര്യകുമാർ യാദവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തിയ ചിന്ത എന്താണ്? തിലക് വർമ്മയുടെ ആ പോരാട്ട വീര്യമാണോ, അതോ നമ്മുടെ സൈന്യത്തിന് ഈ വിജയം സമർപ്പിച്ച ക്യാപ്റ്റന്റെ ആ വലിയ മനസ്സാണോ? ഇന്ത്യൻ ടീമിന്റെ ഈ കിരീട വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.